നമസ്കാരം. കമ്പനികളൊക്കെ വലിയ ഗ്രീൻ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ? പക്ഷേ ഇത് വെറും വാക്കുകളാണോ അതോ ശരിക്കും എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതെ, നമ്മളെല്ലാവരും കേൾക്കാറുണ്ട് ഈ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ. പക്ഷേ അതിനെയൊക്കെ പിന്നിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ വാക്കുകളൊക്കെ എങ്ങനെയാണ് പ്രവൃത്തിയായി മാറുന്നത്? അപ്പോ ഇതൊന്നും ഒരു മാന്ത്രിക വിദ്യയല്ല. ഇതിനൊരു കൃത്യമായ ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഇന്ന് നമ്മൾ ആ ബ്ലൂ പ്രിന്റ് ഒന്ന് തുറന്നു നോക്കാൻ പോവുകയാണ്. ഒരു സാധാരണ കോർപ്പറേറ്റ് സുസ്ഥിരതാ പദ്ധതി ഉപയോഗിച്ച് ഈ വലിയ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് യാഥാർത്ഥ്യമാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു രൂപരേഖ. ഒരു നല്ല സസ്റ്റൈനബിലിറ്റി പ്ലാനിന്റെ 6 പ്രധാന ഘട്ടങ്ങളിലൂടെ നമുക്കൊന്ന് പെട്ടെന്ന് കണ്ണോടിക്കാം. ഓരോ ഘട്ടവും എങ്ങനെയാണ് അടുത്തതിലേക്ക് നയിക്കുന്നതെന്ന് നോക്കാം. ഏതൊരു വലിയ കെട്ടിടത്തിനും ഒരു പ്ലാൻ വേണോ അല്ലേ? അതുപോലെ തന്നെയാണിതും. എല്ലാം തുടങ്ങുന്നത് വ്യക്തമായ ഒരു വിഷനിൽ നിന്നാണ്, ഒരു ലക്ഷ്യത്തിൽ നിന്ന്. എടുക്കുന്ന ഓരോ തീരുമാനത്തിനും വഴികാട്ടുന്ന ഒരു നോർത്ത് സ്റ്റാർ പോലെ. ഈ ഉദാഹരണം ഒന്ന് നോക്കൂ. 2030ഓടെ കാർബൺ ന്യൂട്രലും സീറോ വേസ്റ്റും ആകണം. ഇതുണ്ടോ? വളരെ കൃത്യമാണ്. എന്ത് ചെയ്യണം, എപ്പോഴേക്കും ചെയ്യണം എന്നൊക്കെ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു നല്ല പ്ലാനിന്റെ തുടക്കം ഇങ്ങനെയായിരിക്കണം. ശരി, അപ്പോ വിഷൻ സെറ്റായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? എവിടെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് തീരുമാനിക്കലാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഒരു കമ്പനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഒരേ സമയം പരിഹരിക്കാൻ പറ്റില്ല. അപ്പോ ഈ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് കമ്പനി ആദ്യം തന്നെ കാർബൺ, മാലിന്യം, ജലം ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഏരിയകൾ തിരിച്ചറിയും. എന്നിട്ട് അതിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കും. ബിസിനസ്സിന് ഏറ്റവും പ്രധാനം ഏതാണോ അതിനായിരിക്കും മുൻഗണന. ഇവിടെ ശരിക്കും രസകരമായൊരു കാര്യമുണ്ട്. ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം, മിക്ക കമ്പനികളുടെയും ഏറ്റവും വലിയ തലവേദന കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കുക എന്നതാണ്. ഏകദേശം പകുതിയോളം ശ്രദ്ധ പോകുന്നത് അതിലേക്കാണ്. അതായത് ഈ വലിയൊരു പസിലെ ഏറ്റവും വലിയ കഷ്ണം അതുതന്നെയാണ്. അപ്പോ വ്യക്തമായ അളവുകളില്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് കൊണ്ട് ഒരു കാര്യമില്ല അല്ലേ? നമ്മൾ മെച്ചപ്പെടണം എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതിനു പകരം കൃത്യമായ നമ്പേഴ്സ് വരണം. അവിടെയാണ് KPIകളുടെ, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളുടെ റോള്. ഈ KPIകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വലിയ ലക്ഷ്യങ്ങളെ നമുക്ക് അളക്കാൻ പറ്റുന്ന, ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടാർഗറ്റുകളാക്കി മാറ്റും. അതായത് നമ്മൾ ക്ലീൻ എനർജി ഉപയോഗിക്കണം എന്ന് വെറുതെ പറയുന്നതിനു പകരം 90% പുനരുപയോഗ ഊർജം ഉപയോഗിക്കണം എന്ന് കൃത്യമായി പറയും. അപ്പോ എല്ലാവർക്കും ടാർഗറ്റ് ക്ലിയറാണ്. ഇതുപോലെ തന്നെ സീറോ വേസ്റ്റ് എന്ന വലിയ ലക്ഷ്യം നേടാനായി പാക്കേജിംഗിലെ പ്ലാസ്റ്റിക് 50% കുറയ്ക്കണം എന്നൊരു ടാർഗറ്റ് വെക്കും. അപ്പൊ പുരോഗതി എത്രത്തോളമായി എന്ന് എളുപ്പത്തിൽ അളക്കാൻ പറ്റും. പിന്നെ ഇതിലെ ഏറ്റവും ഗംഭീരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാൻ കമ്പനിയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നില്ല എന്നതാണ്. അവരുടെ സപ്ലയേഴ്സും, അതായത് വിതരണക്കാരും ഈ നിയമങ്ങളൊക്കെ പാലിക്കണം. 100% കംപ്ലയൻസ്. അപ്പോ ആ ഉത്തരവാദിത്തം സപ്ലൈ ചെയിൻ മുഴുവൻ വ്യാപിക്കുകയാണ്. ഓക്കെ, അപ്പോ പ്ലാനായി, അളവുകളായി. ഇനി അടുത്തതെന്താ? നിർമ്മാണം തുടങ്ങണം. അതായത് ഈ പ്ലാനുകളൊക്കെ എങ്ങനെയാണ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സ്ലൈഡ് നോക്കൂ. ഒരു വെറും വാക്കും ഒരു യഥാർത്ഥ പ്ലാനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വ്യക്തമാണ്. ജലം വിവേകത്തോടെ ഉപയോഗിക്കൂ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് മുദ്രാവാക്യം പോലെയാണ്. എന്നാൽ എല്ലാ യൂണിറ്റുകളിലും AI വെച്ച് ജലത്തിന്റെ ഉപയോഗം ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ്. ഇവിടെ ആ മുഴുവൻ ചെയിനും നമുക്ക് കാണാം. ലക്ഷ്യം കാർബൺ ന്യൂട്രാലിറ്റി. അതിനായി ചെയ്യുന്ന കാര്യം വാഹനങ്ങളൊക്കെ ഇലക്ട്രിക്കലാക്കുക. അതിനുവേണ്ട സാങ്കേതികവിദ്യ, ഇലക്ട്രിക് വാഹനങ്ങളും റൂട്ട് ഓപ്റ്റിമൈസേഷൻ സോഫ്റ്റ്വെയറും. പിന്നെ ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് ഗ്രാന്റ് കിട്ടാനായി സർക്കാരുമായി ഒരു പങ്കാളിത്തവും. കണ്ടില്ലേ എല്ലാം എങ്ങനെ കണക്റ്റഡ് ആണെന്ന്? അപ്പോ പ്ലാനൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ വെറുതെ കടലാസിൽ ഒതുങ്ങിയാൽ മതിയോ? പോരല്ലോ. ഈ പണികളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു സിസ്റ്റം വേണ്ടേ? അവിടെയാണ് ഗവേണൻസിന്റെ, അതായത് ഭരണനിർവഹണത്തിന്റെ പ്രാധാന്യം. ഈ ESG ഗവേണൻസ് ഘടന നോക്കൂ. ESG എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ്, അതായത് പരിസ്ഥിതി, സമൂഹം, ഭരണം. അപ്പോ കമ്പനിയിലെ ചീഫ് സസ്റ്റൈനബിലിറ്റി ഓഫീസർ മുതൽ പുറത്തുനിന്നുള്ള ഓഡിറ്റർമാർ വരെ ഓരോരുത്തർക്കും കൃത്യമായ ഉത്തരവാദിത്വങ്ങൾ നൽകിയിട്ടുണ്ടാകും. ഈയൊരു ചെയിൻ ഓഫ് കമാൻഡാണ് പ്ലാൻ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത്. മാത്രമല്ല, ഇത് ഒരു തവണ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇതൊരു തുടർ പ്രക്രിയയാണ്.
എല്ലാ മാസവും ഡാറ്റ റിപ്പോർട്ട് ചെയ്യും, ഓരോ 3 മാസം കൂടുമ്പോഴും ബോർഡിനു മുന്നിൽ പുരോഗതി അവതരിപ്പിക്കും, വർഷാവർഷം പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു റിപ്പോർട്ടും പുറത്തിറക്കും. ഇതൊരു കണ്ടിന്യൂസ് സൈക്കിളാണ്. അപ്പോ നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്തിനാണ് കമ്പനികൾ ഇത്രയൊക്കെ മെനക്കിടുന്നത്? ഉത്തരം സിമ്പിളാണ്. കാരണം ഒരു ശക്തമായ സുസ്ഥിരതാ പദ്ധതി പരിസ്ഥിതിക്ക് മാത്രമല്ല, അതൊരു നല്ല ബിസിനസ് സ്ട്രാറ്റജി കൂടിയാണ്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ്. ESGയിൽ ശ്രദ്ധിക്കുന്ന നിക്ഷേപകരെ ആകർഷിക്കാൻ പറ്റും, ഉപഭോക്താക്കൾക്കിടയിൽ വിശ്വാസം കൂടും, നല്ല ജീവനക്കാരെ കമ്പനിയിലേക്ക് ആകർഷിക്കാനും നിലനിർത്താനും കഴിയും. അങ്ങനെ പലതും. ചുരുക്കത്തിൽ ഇത് വെറുമൊരു നല്ല കാര്യം ചെയ്യലല്ല, ഭാവിക്കായി കൂടുതൽ കരുത്തുള്ള, മൂല്യമുള്ള ഒരു കമ്പനിയെ കെട്ടിപ്പടുത്തുകയാണ് ഇതിലൂടെ. അപ്പോ ഈ ബ്ലൂ പ്രിന്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അടുത്ത തവണ ഒരു കമ്പനി അവരുടെ ഗ്രീൻ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും, അവർ വെറുതെ വാചകമടിക്കുകയാണോ അതോ ആ വാക്കിന് പിന്നിൽ ശരിക്കും ഒരു പ്ലാൻ ഉണ്ടോ എന്ന്. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇനി നിങ്ങൾക്കും കഴിയും.